അതിമനോഹരമായ ഇടതൂർന്ന വനത്തിൽ ഒരു മണ്ണാങ്കട്ടയും കരിയിലയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവരൊരുമിച്ച് കളിച്ചും ചിരിച്ചും സംസാരിച്ചും സന്തോഷമായി കാട്ടിലെ കാഴ്ചകൾ കാണാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദൂരെ നിന്ന് വലിയ ശബ്ദത്തിൽ കാറ്റ് വീശി. അടുത്ത് വന്നു ചേർന്നു. മണ്ണാങ്കട്ടയും കരിയിലയും ആകാശത്തേക്ക് നോക്കി അത്ഭുതപ്പെട്ടു. അതാ, അതിശക്തമായ ഒരു കാറ്റ്! ആ കാറ്റിൽ കരിയില ആകാശത്തേക്ക് പറന്നുയർന്നു. കരിയിലയ്ക്കാകുന്ന വിധം കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കാറ്റിന്റെ മുമ്പിൽ സാധിച്ചില്ല. ഇത് കണ്ട മണ്ണാങ്കട്ട പേടിച്ച് വിറച്ച് അമ്പരപ്പൊടി നോക്കി നിന്നു. തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി മണ്ണാങ്കട്ട സർവ്വശക്തിയുമെടുത്ത് ഉയരത്തിൽ ചാടി കരിയിലയുടെ മേൽ കയറി നിന്നു. കാറ്റിന്റെ വേഗത്തിൽ ഇവർ കുറച്ചു ദൂരം പറന്നു നടന്നു. കാറ്റ് അവസാനിച്ചപ്പോൾ അവർ മൃദുവായി ഭൂമിയിലിറങ്ങി. കരിയില മണ്ണാങ്കട്ടയോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവർ വീണ്ടും കളിയും ചിരിയുമായി യാത്ര ആരംഭിച്ചു. പെട്ടെന്ന് ഇരുണ്ട കാർമേഘം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. മഴ പെയ്തിറങ്ങാൻ തുടങ്ങി. മണ്ണാങ്കട്ട മഴയിൽ നനഞ്ഞു കുതിർന്നു മഴയിൽ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ തന്നെ കരിയില മണ്ണാങ്കട്ടയെ മൂടി കുട പോലെ കാവലായി നിന്നു. മണ്ണാങ്കട്ട മഴ നനയാതെ കരിയില കാവലായി നിന്നുകൊണ്ട് വീണ്ടും യാത്ര ആരംഭിച്ചു. പക്ഷേ പ്രകൃതി അവരെ ഒന്നിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ ദൂരെ ദിക്കിൽ നിന്നും അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റ് വന്നു. മഴ മാറി പേമാരിയായി. കാറ്റും മഴയും ഒരുമിച്ച് വന്നു. മണ്ണാങ്കട്ടയും കരിയിലയും അമ്പരപ്പോടെ മുഖത്തോട് മുഖം നോക്കി. അവർക്കറിയില്ല ഇനി ഒരിക്കലും പരസ്പരം കാണാൻ കഴിയില്ല എന്ന്. കാറ്റിൽ അകപ്പെട്ട് കരിയില പറന്നുയർന്ന് തകർന്നു പോയി. മണ്ണാങ്കട്ട മഴയിൽ ഉരുകി ലയിച്ചു ചേർന്നു. കൊടുങ്കാറ്റും പേമാരിയും പെയ്തിറങ്ങി. കാട് ശാന്തമായി. പക്ഷേ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും സ്നേഹം നിറഞ്ഞ കഥ ഇന്നും ഈ കാറ്റിലും മഴയിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നു.